ഹലോ എവരിവൺ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSC CHSലോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം SSC CHSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ SSC എഴുതുന്ന വിദ്യാർത്ഥികൾ പലരും ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഈ പറഞ്ഞ 10th ലെവൽ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, 12th ലെവൽ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം പ്രധാനമായിട്ടൊരു കേന്ദ്ര സർക്കാരിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന പ്രധാനമായിട്ട് എഴുതുന്ന എക്സാമിനേഷനുകളിൽ ഒന്നാണ് ഈ പറയുന്ന SSC, മറ്റൊന്ന് UPSC അല്ലേ. ഒന്ന് SSC, മറ്റൊന്ന് UPSC എന്നിപ്പോൾ രണ്ട് പരീക്ഷകളാണ് പ്രധാനമായിട്ട് എഴുതാറുള്ളത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന മറ്റൊരു പരീക്ഷയാണ് CHSL എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന എക്സാമിനും കൂടിയാണ് എന്തെന്ന് പറയുന്നത് CHSL എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് CHSL അല്ലെങ്കിൽ പറയുന്ന അടുത്ത CHSL എന്ന് കാണുമോ എന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. 2026 തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് SSCയുടെ ഒരു കലണ്ടർ അവരെന്ത് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എന്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള CHSL എന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഏജ് ക്രൈറ്റീരിയ എന്തെല്ലാമായിരുന്നു, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമായിരുന്നു, അതിൻ്റെ സിലബസ് എന്തെല്ലാമായിരുന്നു, കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് 2025 വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ, നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നൽകിയിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 23/6 അവസാനിക്കുന്നത് 18/7 അല്ലേ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/7 നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. ലാസ്റ്റ് ഡേറ്റ് ഈ പറയുന്ന ഫീ, അതായത് നമ്മുടെ ഈ പറയുന്ന പൈസ അടയ്ക്കാനുള്ള അവസാന തീയതി നൽകിയിട്ടുള്ളത് 19 ആയിരുന്നു അല്ലേ. അതേപോലെ തന്നെ ടയർ 1 നിങ്ങൾക്കറിയാം, 2 ടയറുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുന്നത് അല്ലേ. 2 ടയർ 1ഉം ടയർ 2 എന്തിനുണ്ടാകും, ഈ CHSL ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ടയർ 1 എക്സാമിനേഷൻ ഈ പറയുന്ന 8/9/2025 അതേപോലെ തന്നെ ടയർ 2 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. പക്ഷേ അതൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SSCയുടെ ഒക്കെ ചില പരീക്ഷകളിലേക്ക് എന്ത് ചെയ്യുന്നിരുന്നു, ചില വിഷയങ്ങളും ചില കേസുകളും വഴക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചില എക്സാമിനേഷൻ ഈ പറയുന്ന രീതിയിൽ അവർ എന്ത് ചെയ്തിരുന്നു, അവർ പരീക്ഷകൾ മാറ്റിവെക്കുകയും അല്ലേ, ചില പരീക്ഷകളെ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പരീക്ഷകളൊക്കെ കൊണ്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന മറ്റ് പരീക്ഷകളെ കുറിച്ചുള്ള ഡേറ്റും മറ്റും ഒക്കെ എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി CHSL അല്ലെ SSCക്ക് എന്ത് ചെയ്യുന്ന സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 25 ഈ നടന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് CHSL വഴി എഴുതിയ വിദ്യാർത്ഥികൾ ജോലിക്ക് കയറാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, LDC, അതേപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ തസ്തിക. രണ്ടാമത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളതാണ് DEO. മൂന്നാമത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A. എന്നിങ്ങനെ 3 തസ്തികകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന CHSന്റെ കീഴിൽ വരുന്നത് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആർക്കൊക്കെ ഈ പറയുന്ന CHSന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ 18 മുതൽ 27 വയസ്സിനിടയിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 18 മുതൽ 27 വയസ്സിനിടയിലുള്ളവർക്ക് മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ, ഈ പറയുന്ന CHSന് വേണ്ടി എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാകും. OBC വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാകും. ഈ പറയുന്ന ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് 10 വർഷം. OBC വിഭാഗത്തിൽ 13, SC ST ആണ് 15, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 3 വർഷം എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഏജ് റിലാക്സേഷൻ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ പറയുന്ന ഹയർ സെക്കൻഡറി പാസ് ആവണം അല്ലെ. ഹയർ സെക്കൻഡറി പാസ് ആയവർക്ക് മാത്രമേ CHSൽ ജോലി കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മോഡ് ഓഫ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടയർ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടയർ ഓഫ് എക്സാമിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഫസ്റ്റ് ടയർ അല്ലെങ്കിൽ ഒന്നാമത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ MTSഉം CGLഉം അല്ലെ അതേപോലെ തന്നെയുള്ള എക്സാമിനേഷൻ അതേ പാറ്റേൺ തന്നെയാണ്. ഓക്കെ, 4 പാർട്ടുകളിലായിട്ടുള്ള ഒന്നാമത്തെ പാർട്ടിൽ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയും. അടുത്തത് ജനറൽ ഇന്റലിജൻസ്, നമ്മൾ ഈ റീസണിംഗ് ഒക്കെ പറയുന്ന സംവിധാനമാണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ റീസണിങ് ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്, ഈ ജനറൽ ഇന്റലിജൻസിനകത്താണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റികളൊക്കെ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ആവറേജും ഈ റേഷ്യോ പ്രൊപ്പോർഷനും അതേപോലെ തന്നെ ടൈം ആൻഡ് വർക്കും സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്ക് അതേപോലെ എന്താണ് ബോട്ട് ആൻഡ് സ്ട്രീമും എല്ലാം വരുന്നതിനകത്താണ്. ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്താണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഈ ജനറൽ അവയർനെസ്സിനകത്താണ് ഈ പറഞ്ഞ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സും പൊളിറ്റി എല്ലാം കയറി വരുന്നതിനകത്താണ് ഈ ജനറൽ അവയർനെസ്സിനകത്താണ്.
ഓക്കെ. അപ്പം ഇതിന് ഓരോന്നിനും എന്താണ് ഈ പറയുന്ന 25 മാർക്ക് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ മാക്സിമം എന്നുള്ളതാണ് അല്ലെ. ഈ പറഞ്ഞ 25 ചോദ്യം അടുപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 50 മാർക്ക് വെച്ചാണ് ഇത് നൽകി വരുന്നത്. 25 ചോദ്യം 50 മാർക്ക് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നൽകി വരുന്നത് എന്നുള്ളതാണ്. 60 മിനിറ്റ് അല്ലെ. എന്താണ് 60 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ സമയത്ത് കിട്ടുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് ഈ പറഞ്ഞ ടയർ 1ന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ടയർ 2ലേക്ക് ചെല്ലുമ്പോൾ ടയർ 2 വെച്ചിട്ടുണ്ട് വലിയൊരു സ്ട്രക്ചറാണ് ടയർ 2വിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ടയർ 2വിനകത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് പറഞ്ഞ പിന്നെ തിരിക്കാറുണ്ട്. സെക്ഷൻ 1നകത്ത് തന്നെ പിന്നെ 2 സെക്ഷനായിട്ട് തിരിക്കാറുണ്ട്. പിന്നെ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ തിരിക്കാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ത് ചെയ്യുന്നു ഉണ്ടാവാറുണ്ട് അല്ലേ. സെഷനുകൾ തന്നെ എന്ത് ചെയ്യുന്നത് പലതായിട്ട് ഇങ്ങനെ തിരിച്ച് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം രണ്ടാമത്തെ ടയറിനകത്തുള്ളത് 2ൽ കൂടുതൽ സെഷനുകളാണ് ഉള്ളത്. അത് ഓരോ സെഷനും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ സബ് സെക്ഷൻസ് എന്ത് ചെയ്യും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനകത്ത് ഈ സെക്ഷൻ 1നകത്തുള്ള സെക്ഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ആദ്യം എഴുതിയത് പോലെ തന്നെയുള്ള ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതായത് ഈ പറയുന്ന അരിത്തമെറ്റിക് എബിലിറ്റികളൊക്കെ നോക്കുന്ന മാത്സ്, ചുരുക്കി പറഞ്ഞ മാത്സ് ഒക്കെ എന്ത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ് ആണ് അല്ലെ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ റീസണിങ് എബിലിറ്റി എന്ത് ചെയ്യും ചെക്ക് ചെയ്യുന്ന ഒരു റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ 1നകത്തുള്ളത് അല്ലെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 30 ചേർന്ന് 60 ചോദ്യങ്ങൾക്ക് 180 മാർക്കാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഉള്ളത്. സെഷൻ 2 നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ആദ്യം എക്സാമിനേഷൻ എഴുതിയ പോലെ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും പിന്നെ ജനറൽ അവയർനെസ്, ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ചെറിയ വരുന്ന ഈ പറയുന്ന ജനറൽ അവയർനെസ്സുമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഉള്ളത്. അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു 40 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, അങ്ങനെ 60 മാർക്ക് അതിനകത്തുണ്ട്. അത് 150 മാർക്കാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. 150 മാർക്കാണ് മാക്സിമം. അതായത് ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ട് മൊത്തത്തിൽ എത്ര മാർക്ക് 150 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ടോട്ടലി ഉള്ളത്. അതായത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 360 മാർക്ക് എന്ത് ചെയ്യും അവിടെ തന്നെ കിട്ടും അല്ലെ. ഈ രണ്ടിനും കൂടെ ഏകദേശം 1 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് സമയം, 1 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. അത് ഈ പറഞ്ഞ 15 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഇപ്പോൾ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം ഈ പറഞ്ഞ രീതിയിൽ 45 മാർക്ക് എന്ത് ചെയ്യും അതിനകത്തുണ്ട് അല്ലെ. 45 മാർക്ക് അടുപ്പിച്ച് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നുള്ളതാണ്. ഇനി സെഷൻ 2ലേക്ക് വരുമ്പോൾ ഓക്കെ, സെഷൻ 2ലേക്ക് വരികയാണെങ്കിൽ സെഷൻ 2വിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ സ്കിൽ ടൈപ്പിംഗ് എന്ന് നടക്കുന്ന ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. സ്കിൽ ടൈപ്പിംഗ് അത് ഈ പറഞ്ഞ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പാർട്ടൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ പാർട്ടൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ചില തസ്തികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രം ഈ പറയുന്ന ചില സ്കിൽ ടെസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ കാണുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും നൽകാത്തത്. ഓക്കെ, ഈ പറയുന്ന ഈ പറയുന്ന ടൈപ്പിംഗ് മാത്രമായിട്ട് വേണ്ടി വരുന്ന ചില പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ അത് മാത്രം വരുമ്പോഴാണ് ഈ പാർട്ട് സി ഒക്കെ എന്ത് ചെയ്യുന്നത് കയറി വരുന്നത് എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ പരീക്ഷയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എനിക്ക് ഇപ്പോൾ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ടയറായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത്. 18 മുതൽ 27 വയസ്സാണ് പ്രായം, +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ക്ലർക്ക് തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് കയറുന്നത്. കാരണം ഈ MGS-നേക്കാൾ ഇച്ചിരി ഉയർന്ന ഒരു പോസ്റ്റ്, CGL ഇച്ചിരി താഴെയുള്ള പോസ്റ്റ്, അതാണ് ഈ പറഞ്ഞ CHSL എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 27 വയസ്സിന് പ്രായം, +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ പറയുന്നത്. അല്ല, അത്യാവശ്യം നല്ലൊരു ശമ്പള സ്കെയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതെന്ന് വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ SSC അടുത്തിടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്ന അവരുടെ കലണ്ടറിനകത്ത് നൽകിയിട്ടുള്ളത് നോക്കി, കമ്പയർഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ടയർ 1 അല്ലെ, ടയർ 1 എന്നാണ് നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ് വരാൻ സാധ്യതയുള്ളത്, അതായത് ഇവർ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഈ പറയുന്ന ഏപ്രിൽ 2026 ഇപ്പോൾ ജനുവരി ആണ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലെ. ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്യും ഇവർ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇറക്കും. അങ്ങനെയാണെങ്കിൽ മെയ് മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന മെയ് മാസമായിരിക്കും. മെയ് മാസത്തിൽ എന്ത് ചെയ്യാം അവസാന തീയതി ആയിരിക്കും ഉണ്ടാകുക. അപ്പം ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഏപ്രിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മെയ് മാസത്തിൽ എന്ത് ചെയ്യും അവസാനിക്കും അല്ലെ. ക്ലോസിംഗ് ഡേറ്റ് മെയ് മാസമാണ്. അതേപോലെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ സെപ്റ്റംബർ 2026 അല്ലെ. ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലായിട്ട് എന്ത് ചെയ്യും ഈ വർഷം തന്നെ അവർ എന്ത് ചെയ്യും എക്സാമിനേഷൻ നടത്തും എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ എന്തെങ്കിലും ഈ പറയുന്ന CGL-നോ MTS-നൊക്കെ എന്തെങ്കിലും ഡിലേയോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഈ പറയുന്ന പരീക്ഷകൾ കയറി വരികയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുൻപ് ചെയ്ത പോലെ എന്തെങ്കിലും ക്യാൻസലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷകളിലും നോട്ടിഫിക്കേഷൻ വരുന്നതിലേക്ക് എന്ത് ചെയ്യും പിന്നെ അങ്ങോട്ട് നീളും. ഓക്കെ, അത് ആദ്യമേ തന്നെ പറയട്ടെ. ഈ എന്തെങ്കിലും ഒരു പരീക്ഷകളോ മറ്റു ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ ഇടയ്ക്ക് കയറി വരികയോ
ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പരീക്ഷകൾ എന്ത് ചെയ്യും, നീണ്ടു പോകും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDS പോലുള്ള ഒരു എക്സാമിനേഷൻ സ്ട്രക്ചർ ആയിരിക്കില്ല അതിനകത്തുള്ളത്. എന്നാൽ CGL അത്ര കട്ടി ആവാൻ വഴിയില്ല. ഓക്കെ, CGL അത്രയും ഈ പറഞ്ഞ രീതിയിൽ ഒരു ടഫ്നെസ് അതിനകത്ത് ഫീൽ ചെയ്യില്ല. എന്നാൽ MDS അത്രയും എന്താണ് അത്ര എളുപ്പവും ആയിരിക്കില്ല. അപ്പോൾ MDS ഒരിക്കലും എളുപ്പമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ MDS അത്രയും എളുപ്പമാകില്ല, എന്നാൽ CGL അത്രയും എന്താണ് കട്ടിയാവുന്നൊരു പരീക്ഷയുടെ CHSL എന്ന് പറയുന്നത്. പിന്നെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വേക്കൻസികൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം മുൻ വർഷങ്ങളിൽ ഒരു വേക്കൻസി നോക്കുകയാണെങ്കിൽ, ഓക്കെ, മുൻ വർഷങ്ങളിലെ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2025 ആകെ വിളിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഴുവൻ വേക്കൻസികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3131 വേക്കൻസികൾ 2025 വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അത് 2024 ആകുമ്പോഴത്തേന് അത് 3712 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതായത് മുൻ വർഷത്തേക്കായാലും വേക്കൻസികൾ ഏത് വർഷമായപ്പോൾ കുറഞ്ഞു, 2025 ആയപ്പോഴത്തേന് കുറഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 6759 അത് 2019 അത്രയും വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. ആലോചിച്ചോണം, 2019 ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പറയുന്ന രീതിയിൽ 2024 ആയപ്പോഴത്തേന് 3712 ആയും 2025 ആയപ്പോഴത്തേന് 3131 എന്ത് ചെയ്തു ആയി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് 2019 ഓക്കെ, അപ്പം ഈ ഒരു വേക്കൻസി എന്ത് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിച്ച് പോയാൽ മതി എന്നുള്ളതാണ്. ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 3200 അടുപ്പിച്ച് വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി CHSL-നൊക്കെ. അപ്പം കോമ്പറ്റീഷൻ അത്യാവശ്യം ഉണ്ട് അല്ലേ? കോമ്പറ്റീഷൻ അത്യാവശ്യം, കോമ്പറ്റീഷൻ പ്രധാനമായിട്ട് CHSL-നൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത്യാവശ്യം നല്ല ഹാർഡ് വർക്കൊക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ CHSL കിട്ടുന്നതാണ് അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ CHSL കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? വെറുതെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ജോലി ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഹാർഡ് വർക്കും അല്ല ഡെഡിക്കേഷനൊക്കെ എന്ത് ചെയ്യും, അതിന് അത്യാവശ്യമായി വരുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഏപ്രിൽ മാസത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ജനുവരി മാസമേ ആയിട്ടുള്ളൂ, ജൂലൈ മാസങ്ങളിലായിരിക്കും എക്സാമിനേഷൻ നടത്തുക. നിങ്ങളുടെ മുന്നിൽ എന്തായാലും തന്നെ അല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ രീതിയിൽ ഒരു 6 മാസത്തിൽ കൂടുതൽ എന്തായാലും കിട്ടും. 6 മാസത്തിൽ കൂടുതൽ എന്തായാലും കിട്ടും അല്ലേ? അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ CHSL നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ളതാണ്. ശേഷം നല്ല കട്ട് ഓഫ് കൂടി കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കട്ട് ഓഫിന് മുകളിൽ മേടിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നോക്കുന്ന മറ്റൊരു പരീക്ഷയാണ് MTS എന്ന് പറയുന്നത്, SSC MTS അല്ലേ? അപ്പോൾ SSC MTS-നൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASB അക്കാഡമിയിൽ SSC MTS-ന് പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന SSC MTS വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന SSC MTS-കളിലേക്ക് നിങ്ങൾക്ക് എന്ത് ഈ പറയുന്ന ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ഫുൾ സിലബസ് കവറേജും ലൈഫ് റെക്കോർഡ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും ക്ലിയർ സെക്ഷൻസ് ഒക്കെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. അപ്പം ഇതിനുവേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും താഴെ നമ്മൾ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം CHSL വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.